ദുരന്തഭൂമിയായി നേപ്പാൾ. മിന്നൽ പ്രളയത്തിൽ മരണം 162. ചൈനയിലും 3 മരണം. വിദേശികളടക്കം 800 പേരെ കാണാനില്ല. കാണാതായവരിൽ 300ഓളം ഇന്ത്യക്കാരെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി. ഇഷ ഫൗണ്ടേഷനിലെ 77 പേർക്കായും തെരച്ചിൽ. സഹായവുമായി ഇന്ത്യയും ലോകരാജ്യങ്ങളും. രക്ഷാപ്രവർത്തനം തുടരുന്നു. നേപ്പാളിൽ കുടുങ്ങിയത് 53 മലയാളികൾ. ആശങ്ക കണ്ടെത്താൻ ശ്രമമെന്ന നോർക്ക റൂട്ട് സിഇഒ. സുരക്ഷിതരെന്ന നിഗമനം. കാഞ്ഞങ്ങാടും കോട്ടയത്ത് നിന്ന് പോയവരുമായി സംസാരിക്കാൻ കഴിഞ്ഞുവെന്നും രാജേഷ് മാധവൻ. ദുരന്തമുണ്ടായത് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിന്റെ ഇടത്താവള മേഖല. കോസി തൃശൂലി നദികൾ കുത്തിയൊലിച്ച പ്രദേശം മണ്ണിനടിയിൽ. അരമണിക്കൂർ കൊണ്ട് ജലനിരപ്പ് 9 മീറ്റർ ഉയർന്നു. കാരണം ഹിമതടാക വിസ്ഫോടനം തന്നെ, ഭൂകമ്പമല്ലെന്ന് അനുമാനം. രക്ഷകരായ ഇന്ത്യ. ആശ്വാസ സാമഗ്രികളുമായി 2ാം വ്യോമസേനാ വിമാനവും നേപ്പാളിൽ. ജാഗരൂകമായി ഇന്ത്യൻ എംബസി. $5 ലക്ഷം സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. ദുരന്ത നിവാരണ ഉപദേഷ്ടാവിനെയും അയക്കും. സഹായവുമായി മറ്റ് ലോകരാജ്യങ്ങളും. യുദ്ധം തീർന്നു. ഹോർമുസിൽ ധാരണയുമായി. വാണിജ്യ കപ്പലുകൾക്ക് സർവീസ് ചാർജ്. തീരുമാനം സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും കണക്കിലെടുത്ത്. പ്രധാന പാത തുറക്കുന്നതിൽ തീരുമാനമായില്ല. വരുമാന വിഹിതം ഒമാനുമായി പങ്കുവയ്ക്കുമെന്ന് ഇറാൻ. ഇറാനുമായി ചർച്ച തുടരാൻ തിടുക്കമില്ലെന്ന് ട്രംപ്. അമേരിക്കയ്ക്ക് ഇറാന്റെ പരിഹാസം. ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ഇറാൻ തലസ്ഥാനത്ത്. കൂത്താട്ടുകുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. 25 പേർക്ക് പരിക്ക്. മറിഞ്ഞ ബസ്സിലുണ്ടായിരുന്നത് കാലടിയിൽ നിന്ന് ഇലഞ്ഞിയിലേക്ക് വന്ന വിവാഹ സംഘം. അപകടം ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ. കുളത്തുപുഴയിൽ ജീപ്പ് മറിഞ്ഞ യുവാവ് മരിച്ചു. അപകടം. ജീപ്പ് നിർത്താൻ താക്കോലൂരാൻ ശ്രമിച്ചപ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു. മരിച്ചത് വില്ലുമല സ്വദേശി സജി. ടോക്സിക്കിൽ വിവാദം തുടരുന്നു. സംവിധായിക ഗീതു മോഹൻദാസിനെതിരെ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും. കസബ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്ന് രൂപേഷ്. കസബയുടെ പോസ്റ്റർ പങ്കുവെച്ച് നിതിൻ ഷെയർ ചെയ്തത് നായികയുടെ കയ്യിൽ മമ്മൂട്ടി ചുംബിക്കുന്ന രംഗം. പ്രതിപക്ഷ ഉപനേതാവിനായി ഓണത്തല്ല. CPIക്കെതിരെ ഫേസ്ബുക്കിൽ തുറന്നടിച്ച CPM നേതാവ് CN മോഹനൻ. CPI ആവശ്യം കീഴ്വഴക്കം ലംഘിച്ചാണെന്ന് വിമർശനം. സ്വന്തമായി 500 വോട്ടുള്ള മണ്ഡലം CPIക്കുണ്ടോ എന്നും ചോദ്യം. മൂന്നാറിനെ വിറപ്പിച്ച് വിരിഞ്ഞ കൊമ്പൻ. വീണ്ടും കാട്ടാന ഭീതി. ആനയിറങ്ങിയത് മൗണ്ട് കാർമൽ സെന്റ് മൈക്കിൾസ് പള്ളികൾക്ക് സമീപം ജനവാസ മേഖലയിൽ. വൻതോതിൽ കൃഷി നശിപ്പിച്ചു. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ ഇന്ന് നാളെയുമായി 48 മണിക്കൂർ പണിമുടക്ക്. ഗൂഡല്ലൂർ വഴി യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ. നിരവധി വാഹനങ്ങൾ ചുരത്തിൽപ്പെട്ടു. ഓണയാത്രയ്ക്കെത്തിയവരെ പണിമുടക്കനുകൂലികൾ തടഞ്ഞുവെന്ന് റിപ്പോർട്ട്. പണിമുടക്ക് വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിനെതിരെ. ഇന്നാവിട്ടം. ബന്ധുവീടുകളിൽ ഓണസന്ദർശനവുമായി മലയാളികൾ. പാലക്കാട് പല്ലശ്ശനിയിൽ അവിട്ടത്തല്ല്. വൈകിട്ട് നാളെ ചതയം. ശ്രീനാരായണ ഗുരുജയന്തിക്ക് ശിവഗിരിയിലും ചെമ്പഴന്തിയിലും വിപുലമായ പരിപാടികൾ. എഴുത്തുകാരൻ TKD മുഴുപ്പിലങ്ങാട് അന്തരിച്ചു. മരണം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ. 100ഓളം പുസ്തകങ്ങളുടെ രചയിതാവ്. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച സാഹിത്യകാരൻ.